ഹലോ വ്യൂവേഴ്സ്, ബ്ലഡ് ടോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. വത്സല ക്ലബ്. ഇന്നലെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ സിനിമയുടെ കൂടെ സിനിമ ഷൈനിയത്തിന്റെ ബൾട്ടിയുടെ കൂടെ വേറൊരു സിനിമയും കൂടെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. വത്സല ക്ലബ് എന്നാണ് കേട്ടോ സിനിമയുടെ പേര്. എനിക്ക് തോന്നുന്ന ആരും കേരളത്തിൽ അറിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയൊന്നും ഇല്ല എന്ന് തോന്നുന്നു. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ സൂപ്പർ താരം സ്വയം പറയുന്ന കാർത്തിക് ശങ്കർ ഉണ്ടല്ലോ, കാർത്തിക് ശങ്കറിന്റെയാണ് ഈ പറയുന്ന, അവനാണ് നായകനായിട്ട് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. വത്സല ക്ലബ്ബ്. ഡയറക്ടർ ആരാണ്? അനുഷ് മോഹൻ, അനുരാജ് DCO. എൻ്റെ പൊന്ന് ചങ്ങായിമാരെ, നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യം? നിങ്ങൾക്ക് സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് നല്ല സ്ക്രിപ്റ്റ് കിട്ടിയിട്ട് എടുക്കുക, അല്ല പിന്നെ നിങ്ങൾ എടുക്കണ്ട. എന്തിനാ ഇമാതിരി കാട്ടവരാഴ്ച സിനിമയൊക്കെ എടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. വെളിച്ച പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലും ഇപ്പൊ ഈ 2025 ഇമാതിരി അപരാധിച്ച സിനിമ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ഭുതമാണ് കേട്ടോ. ഇതിന്റെ ഡയറക്ടർമാരോട് പറയാതിരിക്കാൻ പറ്റില്ല. ഇമാതിരി വളിച്ച സിനിമ. അനൂഷ് മോഹൻ തന്നെ കേട്ടോ കഥ എഴുതിയ. നിങ്ങളുടെ തലച്ചോറ് കൊണ്ട വല്ല ഉപ്പിലിട്ടിട്ട് പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. അമ്മാതിരി ബ്രില്യൻ്റ് ആയിട്ടുള്ള കഥയും അമ്മാതിരി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ഷനാണ് കേട്ടോ. ഇമാതിരി ഒരു വളിച്ച പടം ഈ നൂറ്റാണ്ടി ഞാൻ കണ്ടിട്ടില്ല. ഈ 2025 എത്ര പടങ്ങളാണ് ബോക്സ് ഓഫീസിൽ ഹിറ്റായിട്ടില്ല. മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടമായിരുന്നു കേട്ടോ ഈ 2025 എന്ന് പറഞ്ഞാൽ. വരുന്ന നല്ല പടമാണ്. അതിനിടയ്ക്ക് എന്താ പറയണ്ടേ, എല്ലാം നന്നായിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ണുകൊള്ളുമെന്നല്ല പറഞ്ഞത്. അപ്പൊ അത് കണ്ണു കൊള്ളാതിരിക്കാൻ വേണ്ടി ഇമാതിരി തീട്ട സിനിമകൾ ഇറക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അമ്മാതിരി അളിഞ്ഞ സിനിമ. ഒന്നാമത് തിയേറ്ററിൽ കാണാൻ ആളില്ലായിരുന്നു. അത് പകുതി ആൾക്കാർക്ക് അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സിനിമ ഇറങ്ങുന്ന കാര്യം തന്നെ. വന്ന ആൾക്കാർ തന്നെ അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്, ചിലരൊക്കെ ഇരുന്ന് ചീത്തയും വിളിക്കുന്നുണ്ട്. എന്തൊരു സിനിമയാണെന്ന്. ഒരു നാടുണ്ട്, ആ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഒക്കെ കല്യാണം മുടക്കുന്ന കുറേ പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ പ്ലോട്ട് അടിപൊളിയാണ് കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്, പ്രായമായ ആൾക്കാരുണ്ടാവും. എല്ലാവരും അല്ല ഞാൻ പറയുന്നത്. അവരെന്തെങ്കിലും കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആരെങ്കിലും കുറ്റമൊക്കെ പറയുന്നുണ്ടാവും. കല്യാണം മുടക്കുന്ന ഒരുപാട് അമ്മാവന്മാരും അമ്മായിമാരും ഒക്കെ എന്നുള്ള നാടാണ് നമ്മുടെ. അപ്പോൾ അതുപോലൊരു നാട്. പിന്നെ അവിടെ കുറേ ചെറുപ്പക്കാരുടെ കല്യാണം എങ്ങനെ ഈ പ്രായമായ ആൾക്കാർ ഓരോ ഗോസിപ്പൊക്കെ അടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ആക്കിയിട്ട് മുടക്കുകയാണ്. അതിന്റെ നേതാവായിട്ട് നമ്മുടെ ഈ വിനീത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ അൽത്താഫിന്റെ ഒരു സിനിമയുണ്ടല്ലോ, അതിനകത്ത് സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. മന്ദാകിനി അൽത്താഫിന്റെ അളിയനായിട്ടൊരു പുള്ളിയില്ലേ, പുള്ളിയാണ് ആ റോഡ് ചെയ്തിരിക്കുന്നത്. വിനീത് തട്ടിലോ അങ്ങനെന്തോ പുള്ളിയുടെ പേര്. പുള്ളിയാണ് ആ റോൾ ചെയ്തിരിക്കുന്നത്. എൻ്റെ പിന്നെ പുള്ളിയാണ് ഇതിന്റെ ലീഡർ, പ്രസിഡന്റ്, ഈ കല്യാണം മുടക്കിയുടെ പ്രസിഡന്റ്. അപ്പൊ പുള്ളി റിട്ടയർ ആകാൻ പോവാണ്. അപ്പൊ ഈ കാർത്തിക് ശങ്കറിന്, കാർത്തിക് ശങ്കർ അയ്യാടെ മോനായിട്ട് വരുന്നത്. അപ്പൊ കാർത്തിക് ശങ്കറിന്റെ വരെ കല്യാണം മുടക്കാൻ വേണ്ടി പുള്ളി ശ്രമിക്കുകയാണ്. കാരണം പുള്ളി കല്യാണം മുടക്കിയാണ്. അപ്പൊ പുള്ളിക്ക് ലാസ്റ്റ് റിട്ടയർമെന്റ് ആവുന്നു, അവിടുന്ന് വരുന്നു, അതിന് ട്രോഫി കൊടുത്ത് വിടുന്നു. പിന്നെ അതുപോലെ അവിടെ ഒരു ക്ലബ്ബുണ്ട്, വത്സല ക്ലബ്ബ്. അതിൽ ഉള്ള ആൾക്കാരാണ് ഈ പറയുന്ന കാർത്തിക് ശങ്കർ. അതുപോലെ ഈ ആരൊക്കെയാ വേറെ ഉള്ളത്? രൂപേഷ് പീതാംബരൻ. നമ്മുടെ രൂപേഷ് പീതാംബരൻ അല്ലേ ഈ പടം ചെയ്ത ടോവിനോയുടെ പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മഹാരാജാസ് കോളേജിന്റെ സ്റ്റോറി ഒക്കെ ചെയ്തിട്ടുള്ള സിനിമ. അതിന്റെ ഡയറക്ടർ ഉണ്ടല്ലോ രൂപേഷ് പീതാംബരൻ. പഴയ സ്പടിയത്തിലെ ലാലേട്ടൻ മറ്റേ കോമ്പസ് എടുത്ത് കൈ കുത്തുന്ന ആ ചക്കനില്ലേ, ആ ചക്കൻ നമ്മുടെ രൂപേഷ് പീതാംബരൻ പുള്ളിയുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അവരുടെ ഒരു പിന്നെ കല്യാണം മുടക്കികളുടെ അവർക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് ഇവരെല്ലാം കൂടെ ഒന്നിച്ചു ചേരുവാണ് വത്സല ക്ലബില്. എന്നിട്ട് അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തുവാണ്. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യ സിനിമ ആർക്ക് ഇത്ര കാശുള്ളതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ സിനിമയൊക്കെ ഇറക്കി ഈ കാർത്തിക് ശങ്കർ എന്ന് പറയുന്നവരെ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന നിങ്ങളെ കൊണ്ട് ചെയ്യാനതേ പറ്റുള്ളൂ നിലവിൽ. പിന്നെ ഫ്യൂച്ചർ നിങ്ങളാവുമെന്ന് അറിഞ്ഞൂടെ. ഇമാതിരി ലോക്കൽ സാധനത്തിലൊന്നും കൊണ്ട് നിങ്ങൾ തല വെക്കരുത്. നിങ്ങളുടെ അത്യാവശ്യം റീലൊക്കെ കണ്ടു കഴിഞ്ഞാൽ, വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ വല്ലപ്പോഴും കാണാറുള്ളൂ. അതുകൂടെ നിങ്ങൾ ഇല്ലാണ്ടാക്കല്ലേ ഇമാതിരി മലങ്കൾട്ട് പടങ്ങളിലൊക്കെ കൊണ്ട് തല വെച്ചിട്ട്. അപ്പോൾ എമ്മാതിരി സിനിമ എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി സിനിമ ഞാൻ അടുത്ത കാലത്ത് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഭയങ്കര മോശമായി. ബൾട്ടി കണ്ടിട്ട് ഈ സിനിമയ്ക്ക് കയറിയ. ബൾട്ടി കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ ബൾട്ടി കണ്ടതിനൂടെ അത്ര നമ്മൾ കുറെ നല്ല ഫ്രൂട്ട്സ് എടുത്ത് നിന്നിട്ട് അതിന്റെ കൂടെ ഒരു പഴകിയ ഫ്രൂട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, എന്താ അതിന്റെ എത്ര ടേസ്റ്റ് വരും. അമ്മാതിരി അവസ്ഥയായിരുന്നു. ഈ സിനിമ കണ്ടിട്ട് വന്നിട്ട് അതിന്റെ കൂടെ വത്സല ക്ലബ്ബ് കൂടെ കയറി. ധ്യാൻ ശ്രീനിവാസന്റെ ഒറ്റ ഇത് കാരണം ഞാൻ കയറി കണ്ടത്. ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പുള്ളിയുടെ പടം എല്ലാം ബോംബാണെങ്കിലും പുള്ളി ജസ്റ്റ് എന്തെങ്കിലും ഹ്യൂമറൊക്കെ ഉണ്ടാവല്ലോ എന്ന് കരുതി കയറിയതാ. അപ്പോൾ പിന്നെ വൻ ഫ്ലോപ്പിൽ പടത്തിനെ കൊണ്ട് തല വെച്ചത് ഈ പിന്നെ വിനീത് എന്ന ഗൗരി ഉണ്ണിമായാണ് കേട്ടോ ഇതിനകത്ത് നടി.
ഒന്നും പറയണ്ട, ഫുള്ള് നാടക അഭിനയമാണ് കേട്ടോ. നാടകം എന്ന് പറഞ്ഞാൽ പിന്നെ നാടകം, ഡ്രാമാറ്റിക് പരിപാടികളാണ്. ഒരു ലക്കും ലഗാനും ഇല്ലാത്ത കഥ, ഇതിലേക്ക് എന്തൊക്കെയോ പറയുന്നത്, ആർക്കൊക്കെയോ പറയുന്നത്. പിന്നെ നമ്മുടെ അരിസ്റ്റോ സുരേഷ് ഉണ്ട് കേട്ടോ, വളി കൊണ്ട് പ്രതികരിക്കുന്ന അരിസ്റ്റോ സുരേഷ്. സംസാരിക്കാൻ പറ്റാത്ത കാരണം പുള്ളി വളി വിട്ടാണ് ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കുന്നത്. എന്ത് എന്ത് കൺസെപ്റ്റാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് പൊട്ടന്മാരെ ഇങ്ങനെയൊക്കെ ഒരു കഥ എഴുതിയിട്ട് ഇത് സിനിമ എടുക്കാമെന്ന പ്രൊഡ്യൂസറെ സമ്മതിക്കണം കേട്ടോ. പിന്നെ ഇതിനൊക്കെ കൊണ്ട് പിന്നെ ഓക്കെ പറഞ്ഞു. നടന്മാർ പിന്നെ വലിയ ഷെയർ വാല്യുള്ള നടന്മാരൊന്നും ഇല്ല ഈ പറയുന്ന പോലെ. പിന്നെ അവർക്ക് സിനിമ അവരുടെ വരുമാനം. പക്ഷേ ഈ പ്രൊഡ്യൂസർ ഇതൊക്കെ കേട്ടിട്ട് വന്ന എൻ്റെ പ്രൊഡ്യൂസറുടെ അവസ്ഥ ഞാൻ ആലോചിക്കുന്നത്. 5 പൈസ ഇതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി ഒരു നമ്മുടെ ഗൗരി ഉണ്ണിയമായി അറിയാലോ, ഉപ്പും മുളകിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആ പെണ്ണാണ്. വൻ പരാജയമായിട്ടാണ്, എല്ലാവരും വൻ പരാജയം. പിന്നെ അങ്ങനെ ഒരു എങ്ങനെയൊക്കെയോ തള്ളി നീക്കുമായിരുന്നു തിയേറ്ററിൽ നിന്നിട്ട് സിനിമ. അങ്ങനെ തള്ളി നീക്കി ലാസ്റ്റ് ആകുമ്പോഴേക്ക് ധ്യാൻ ശ്രീനിവാസൻ വരും. മൊത്തത്തിൽ ഒരു 10 മിനിറ്റോടൊക്കെ ഉള്ളൂ ധ്യാൻ ശ്രീനിവാസൻ. പിന്നെ ഒന്നാമത് തന്നെ ഇതൊരു വെടിക്കെട്ടായിരുന്നു, ചെറിയൊരു വെടിക്കെട്ടായി സിനിമ. അതിൻ്റെ കൂടെ തൃശ്ശൂർ പൂരം പോലെ അതിന് നടക്കുന്ന വെടിക്കെട്ട് പോലെ അതിനിടയ്ക്കേക്ക് വലിയ ഗുണ്ടുമായിട്ട് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ വന്നു. പിന്നെ മൊത്തത്തിൽ വെട്ടിപ്പൊടിച്ച് 10 മിനിറ്റ് കൊണ്ട് പുള്ളിയുടെ രീതി നന്നായിട്ട് വെറുപ്പിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ഇതാരും പോയിട്ട് തല വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പിന്നെ ഞാൻ ഇനി ജന്മത്ത് ഇമ്മാതിരി പടങ്ങൾക്ക് പോയി തല വെക്കുകയല്ല. പിന്നെ ഞാൻ ജസ്റ്റ് പോയിന്നേ ഉള്ളൂ, ധ്യാൻ ശ്രീനിവാസനിലുള്ള ഒരു വിശ്വാസത്തിൽ പോയതാണ്. പക്ഷെ പുള്ളി 10 മിനിറ്റത്തോടൊക്കെ കഷ്ടിയുള്ളെന്ന് തോന്നുന്നു, കുറച്ച് സീൻസേ ഉള്ളൂ. ഇമ്മാതിരി ഒരു സിനിമ എനിക്ക് തോന്നുന്നു പകുതി ആൾക്കാർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നന്നായി. അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പോയി വെറുതെയെങ്കിലും ടൈം പാസിനെങ്കിലും ചിലപ്പോൾ തല വെച്ചേന്. പാവങ്ങൾ വെറുതെ കഷ്ടപ്പാടായി പോയതിന്. കാരണം അമ്മാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെറുപ്പിക്കുന്ന പടങ്ങൾ. കോമഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ഇക്കിളി ഇട്ടാൽ പോലും, ഒരാൾ വന്ന് ഇക്കിളിയാക്കിയാൽ പോലും നമുക്ക് ചിരിക്കാൻ തോന്നുന്നില്ല. അമ്മാതിരി ഒരു സാധനമാണ് അവർ കോമഡി എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിരിക്കുന്നത്. എന്ത് പിന്നെ കാർത്തിക് ശങ്കറൊക്കെ ഇവരൊക്കെ അത്യാവശ്യം എനിക്കൊന്ന് ക്രിയേറ്റീവായിട്ടുള്ള ഒരു കഴിവുള്ള ഒരു മനുഷ്യനായി. ഇവർക്കൊക്കെ ഈ കഥ വായിക്കുമ്പോൾ ഇത്ര ചീപ്പ്, ഇത്ര ക്വാളിറ്റി ഇല്ലാതെ, ഇത്ര വളിപ്പൊക്കെ അടിച്ചു വിടുന്ന തമാശകളൊക്കെ ഇട്ട് ഇവരെങ്ങനെയാണ് ഇതിലൊക്കെ പറഞ്ഞ് അഭിനയിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. രൂപേഷ് പീതാംബരൻ അടക്കം മൊത്തം ചളി, വളരെ മോശം. എന്താ പറയണ്ട, അഭിനയം പോലും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിന്റെ കഥാപരമായിട്ട് ഇത് വൻ പരാജയം. ഇത് എക്സിക്യൂട്ട് ചെയ്തേ പരാജയം, ഇതിന്റെ ഡയറക്റ്റ് ചെയ്തേ പരാജയം. മൊത്തത്തിലൊരു സിനിമ മലങ്കൾട്ട് എന്ന് പറഞ്ഞ അശ്വന്തൊക്കെ പറയുന്നത് വൻ മലങ്കൾട്ടൊരു പടമാണ് കേട്ടോ. കൊണ്ടുപോയി തല വെച്ചതിൽ ഞാനിപ്പോൾ ഖേദിക്കുക.